ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിലെ EVSലെ 7ാമത്തെ പാഠഭാഗമായിട്ടുള്ള ദിക്കറിയാം നാടറിയാം എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളതെന്നും എന്തൊക്കെയാണ് ഇതിലെ പ്രവർത്തനങ്ങളെന്നും നമുക്ക് നോക്കാം. ഫുൾ ചാപ്റ്റർ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ദിക്കറിയാം നാടറിയാം അല്ലേ. ദിക്ക് നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലേ. ദിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഭാഗത്തെയും ദിശയാണ് അല്ലേ. വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെയൊക്കെയാണ് നമ്മൾ ദിക്ക് എന്ന് പറയുന്നത്. ദിക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നാടിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇവിടെ വണ്ടിയിൽ പോവുകയാണ് ഒരു മോളും അമ്മയും. അപ്പോൾ അമ്മ പറയാണ്, മോളെ നമുക്ക് വഴി തെറ്റിയെന്നാ തോന്നുന്നേ, നമുക്ക് GPS നോക്കിയാലോ അമ്മയെന്ന് പറയുന്നുണ്ട്. കൂട്ടുകാർക്കൊക്കെ GPS അറിയുന്നുണ്ടാവും അല്ലേ. മാപ്പ് നോക്കി നമ്മൾ പല സ്ഥലങ്ങളിലും പോവാറുണ്ട്. അപ്പോൾ അതാണ് കുട്ടിയും പറയുന്നത്. യാത്ര ചെയ്യുമ്പോൾ വഴി കണ്ടെത്താൻ GPS അഥവാ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. എന്താണ് GPS എന്ന് പറഞ്ഞാൽ? GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നത് തത്സമയ സ്ഥാനം, സമയം എന്നിവ അറിയാൻ ഉപഗ്രഹ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ അറിയാത്ത വഴിയിലൂടെ അല്ലെങ്കിൽ അറിയാത്ത സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ GPS ഇട്ടിട്ടാണ് പോവാറുള്ളത്. GPS നിലവിൽ വരും മുമ്പ് വഴി അറിയാൻ നാം ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ എന്തൊക്കെയാവാം? ഒന്ന്, മറ്റുള്ളവരോട് ചോദിച്ചിട്ടാണ് പോവാറല്ലേ. നമ്മളൊരു സ്ഥലത്ത് എത്തുന്നിട്ട് ചോദിക്കുക, അങ്ങോട്ട് എങ്ങനെ പോവാ, ഇങ്ങോട്ട് എങ്ങനെ പോവാ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഭൂപടങ്ങൾ നോക്കി ദിശ സൂചികകൾ ഉപയോഗിച്ച് യാത്രക്കാരോടും നാട്ടുകാരോടും ചോദിച്ചും. അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനത്തിലൂടെയൊക്കെ ആയിരുന്നു പണ്ട് പോയിരുന്നത്. ഇപ്പോഴും പോകുന്നുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ ഒരുവിധം GPS ആണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. പുതിയ സംവിധാനങ്ങൾ നിലവിൽ വരും മുമ്പ് വഴി കണ്ടെത്താനും സ്ഥാനം നിർണ്ണയിക്കാനും ദിക്കുകളെയാണ് നാം ആശ്രയിച്ചിരുന്നത്. ദിക്കുകൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ് ദിക്കുകൾ എന്ന് പറയുന്നത്? കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, ഇങ്ങനെ 4 ദിക്കുകളാണ് നമുക്ക് ഉള്ളത്. ദിക്ക് കണ്ടെത്താൻ എന്തെല്ലാം മാർഗങ്ങളാണുള്ളത്? ഒന്ന്, സൂര്യൻ്റെ സ്ഥാനം നോക്കി നമുക്ക് ദിക്ക് കണ്ടെത്താം. നിഴൽ നോക്കിയിട്ട്, ചില നക്ഷത്രങ്ങളെ നോക്കിയിട്ട്, പ്രകൃതിദത്തമായ അടയാളങ്ങൾ നോക്കി. അപ്പോൾ ഇത്രയും സംവിധാനങ്ങൾ നോക്കിയൊക്കെ നമുക്ക് ദിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അഹാന ഉദയസൂര്യനെ അടിസ്ഥാനമാക്കി ദിക്കുകൾ കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് നോക്കൂ. എങ്ങനെയാണ് ഉദയസൂര്യനെ കണ്ടെത്തിയിട്ട് അഹാന മനസ്സിലാക്കുന്നത്? അഥവാ സൂര്യൻ ഉദിക്കുന്നതായി കാണപ്പെടുന്നത് ഏതു ദിക്കിലാണ്? കിഴക്ക് ദിക്കിലാണ്. ഏതു ദിക്കിൽ നോക്കിയാണ് അഹാന നിൽക്കുന്നത്? ഇവിടെ കിഴക്ക് ദിക്കിൽ നോക്കിയാണ് സൂര്യൻ ഉദിക്കുന്നത് നോക്കിയിട്ടാണ് നിൽക്കുന്നത്. അഹാനയുടെ പിറകുവശം ഏത് ദിക്കായിരിക്കും? പടിഞ്ഞാറ്. ഓക്കെ, അഥവാ കിഴക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് പടിഞ്ഞാറ്. അഹാനയുടെ ഇടതുഭാഗം ഏതു ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്? വടക്കാണ്. വലതുഭാഗം തെക്കുമാണ്. അപ്പോൾ ഇങ്ങനെ സൂര്യനെ നോക്കിക്കൊണ്ട് നമുക്ക് ഓരോ ദിശയും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. സൂര്യനെ കാണാത്ത സമയങ്ങളിൽ നമ്മൾ എങ്ങനെ ദിക്ക് കണ്ടെത്തും? സൂര്യനെ കാണാത്ത സമയങ്ങളിൽ രാത്രി ദിക്കുകൾ കണ്ടെത്തുന്നതിന് ധ്രുവ നക്ഷത്രങ്ങൾ ഉപയോഗിക്കും. ഓക്കെ, ധ്രുവ നക്ഷത്രങ്ങൾ ഉപയോഗിച്ചിട്ടും നമുക്ക് ദിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി താഴെ വടക്ക് നോക്കി യന്ത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. ദിക്ക് അറിയുന്നതിനുള്ള ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്നത്. വടക്ക് നോക്കി യന്ത്രത്തിന്റെ മധ്യത്തിൽ ഒരു കാന്ത സൂചിയുണ്ട്. ഈ സൂചി വടക്ക് തെക്കായി മാത്രമേ നിൽക്കുകയുള്ളൂ. ഈ സൂചിയെ പ്രത്യേകമായി അടയാളപ്പെടുത്തിയ അഗ്രമാണ് വടക്കു ദിക്കിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന ഇതാണ് നമ്മൾ വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോമ്പസ് എന്ന് പറയും. ഇനി വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ച് ദിക്ക് കണ്ടെത്താൻ രഹനയെ സഹായിച്ചാലോ? രഹാൻ ഏതു ദിക്കിനെ നോക്കിയാണ് നിൽക്കുന്നതെന്ന് കണ്ടെത്താം. അപ്പോൾ ആദ്യം നമ്മൾ അത് കണ്ടെത്തണം അല്ലേ. അപ്പോൾ രഹാന്റെ കയ്യിലെടുക്കുന്ന വടക്ക് നോക്കി യന്ത്രത്തിന്റെ സൂചി ശ്രദ്ധിച്ചാൽ രഹാൻ തെക്കു വശത്തേക്കാണ് നോക്കുന്നതെന്ന് മനസ്സിലാക്കാം. രഹാന്റെ ഇടതുവശം ഏതു ദിക്കാണ്, വലതുവശം ഏതു ദിക്കാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതുപോലെ വടക്ക് നോക്കി യന്ത്രത്തിന്റെ സഹായത്തോടെ നിങ്ങളുടെ ക്ലാസ് മുറിയിലെ വസ്തുക്കളുടെ ദിക്കുകൾ കണ്ടെത്തുക. അവിടെ എവിടെയാണ് ബ്ലാക്ക് ബോർഡ് ഉള്ളത്, എവിടെയാണ് വാതിലുള്ളത്, ജനലുകൾ ഏത് ദിക്കിലാണ് എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കണ്ടെത്തുക. അത് നിങ്ങളുടെ സ്കൂളിലുണ്ടായിരിക്കും ഈ വടക്ക് നോക്കി യന്ത്രം. അത് ടീച്ചറുടെ സഹായത്തോടു കൂടി എടുത്ത് നിങ്ങൾ ഓരോന്നും മനസ്സിലാക്കുക. ഇനി ദിക്കുകൾ അടയാളപ്പെടുത്താം. ക്ലാസ് മുറിയിലെ വസ്തുക്കളുടെ ദിക്കുകൾ കണ്ടെത്തിയല്ലോ. ഇനി ക്ലാസ് മുറിയുടെ ഒരു സ്കെച്ച് വരച്ചാലോ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്കെച്ച് വരക്കുമ്പോൾ പേപ്പറിൽ ദിക്കുകൾ ഇങ്ങനെ അടയാളപ്പെടുത്തണം. ഈ താഴെ തന്ന പോകുന്നില്ലേ, നമ്മൾ എന്ത് ചെയ്യണം? അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ പേപ്പറിൽ സ്കെച്ച് വരക്കുമ്പോൾ പേപ്പറിൻ്റെ മുകൾ വശം വടക്ക്,
താഴ്വശം തെക്ക്, അതുപോലെ തന്നെ വലതുവശം കിഴക്ക്, ഇടതുവശം എന്ന് പറയുന്നത് പടിഞ്ഞാറ്. അപ്പോൾ ഇങ്ങനെ അടയാളപ്പെടുത്തുക. തന്നിരിക്കുന്ന ചിഹ്നം ഉപയോഗിച്ച് ദിക്കുകൾ സൂചിപ്പിക്കണം. ഇനി ഇവിടെ തന്നിട്ടുണ്ട്, ഈ രീതിയിൽ വേണം ക്ലാസ് മുറിയിലെ വസ്തുക്കളെ താഴെ കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കാം. ഇവിടെ ബ്ലാക്ക് ബോർഡിൻ്റെ ചിഹ്നം, ജനൽ, കതക്, ഡെസ്ക്, ബെഞ്ച്, ഇതിനൊക്കെ ചിഹ്നം തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ ക്ലാസ് മുറിയെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സ്കെച്ച് ഇട്ടിട്ട് ജസ്റ്റ് വരച്ചു നോക്കുക. അടുത്തത് താഴെ പറയുന്നുണ്ട്, കണ്ടെത്താം എന്ന പ്രവർത്തനമാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ സ്കൂളിൻ്റെ ഏത് ദിശയിലാണ് ലൈബ്രറി എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ സ്കൂൾ എവിടെയാണ്? ഇതാണ് സ്കൂൾ അല്ലേ. സ്കൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലൈബ്രറി ഇവിടെയാണ്. ഏത് ദിശയിലാണ് ഇതുള്ളത്? തെക്കു ദിശയിലാണ്. പോസ്റ്റ് ഓഫീസ് ഏത് ദിശയിലാണ്? പടിഞ്ഞാറ് ദിശയിലാണുള്ളത്. അഹാനയ്ക്കും രഹാനും വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് പോകാൻ ഏതു ദിശയിൽ സഞ്ചരിക്കണം? ആശുപത്രി ഇവിടെയാണല്ലേ. ഇങ്ങനെ നേരെ സഞ്ചരിച്ചാൽ മതി. ഇത് ഏത് ദിശയാണ്? കിഴക്കു ദിശയാണ്. രഹാൻ്റെ വീടിൻ്റെ ഏതു ദിശയിലാണ് സ്കൂള്? സ്കൂൾ ഏത് ദിശയിലാണ്? ഇവിടെയാണല്ലേ. അപ്പോൾ നേരെ പോകണം. അത് ഏത് ദിശയാണ്? ഇങ്ങോട്ട് പോവുക എന്ന് പറയുമ്പോൾ നോർത്ത് അഥവാ വടക്കിലേക്കാണ്. ഇനി സ്കൂളിൻ്റെ ഏത് ദിശയിലാണ് ആശുപത്രി? നേരെ കിഴക്ക് തന്നെയാണോ? നേരെ കിഴക്ക് തന്നെയാണല്ലോ. സ്കൂൾ ഇവിടെയാണ്, കിഴക്ക്. അപ്പോൾ ഇവിടെയാണ് ആശുപത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏത് ദിശയാണ്? കിഴക്ക് ദിശയിലാണ്. അതേ കിഴക്കാണ് എന്നവിടെ എഴുതി കൊടുക്കുക. ഇനി കൂടുതൽ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അടുത്ത് നിർമ്മിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്തു നോക്കുക. അടുത്തത് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭൂപടമാണ് തന്നിട്ടുള്ളത്. ഇവിടെ എന്താണ്? സംസ്ഥാന അതിർത്തി, വാർഡ് അതിർത്തി, പഞ്ചായത്ത് റോഡ്, നാഷണൽ ഹൈവേ, പുഴ, നെൽവയൽ, സ്കൂള്, ആശുപത്രി, പഞ്ചായത്ത് ഓഫീസ്, കളിസ്ഥലം, കുളം, കാട്, ഇത്രയും കാര്യങ്ങൾ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് വായിച്ച് അതിന് ഉത്തരം കണ്ടെത്താം. തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപരേഖ നിരീക്ഷിക്കാം. നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ 17 വാർഡുകൾ ഉണ്ട്. ഓക്കെ, അവിടെ 17 വാർഡുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഏതൊക്കെ വാർഡുകളിലാണ് സ്കൂൾ ഉള്ളത്? അവിടെ സ്കൂളിൻ്റെ ചിഹ്നം നോക്കി, ഈ ചിഹ്നമാണ്. ഈ ചിഹ്നം ഏതൊക്കെ വാർഡിലാണുള്ളത്? ഒന്ന് ഇവിടെ 6-ാം വാർഡിലുണ്ട് അല്ലേ. അതുപോലെ തന്നെ 8-ാം വാർഡിലുണ്ട്. കൂടാതെ നോക്കൂ, 10-ാം വാർഡിലുണ്ട്. ഓക്കെ, 10-ാമത്തെ വാർഡിലുണ്ട്. 14, 16, 17 ഇത്രയും വാർഡുകളിലാണ് സ്കൂളുള്ളത്. ഇനി ഏതൊക്കെ വാർഡുകളിലാണ് നെൽവയലുള്ളത്? നെൽവയലിൻ്റെ ചിഹ്നം നോക്കി, ഇതാണ്. ഇത് എവിടെയൊക്കെയുള്ളത്? 1, 13, 15 ഇത്രയും വാർഡുകളിലാണ് ഉള്ളത്. ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് ഏത് വാർഡിലാണ്? ആശുപത്രിയുടെ ചിഹ്നം നോക്കുക. അപ്പോൾ ആശുപത്രി എവിടെയാണ്? ഇവിടെയാണുള്ളത് അല്ലേ. ഇതേതാണ്? 5-ാം വാർഡിലാണുള്ളത്. ഏതൊക്കെ വാർഡുകളിലൂടെയാണ് പുഴ ഒഴുകുന്നത്? വാർഡ് 6, 7, 8, 9, 10, 14, 15, 16 ഇത്രയും വാർഡുകളിലൂടെയാണ് പുഴ ഒഴുകുന്നത്. ഭൂപടത്തിൽ നിന്ന് സ്കൂൾ കണ്ടെത്താനും നെൽവയൽ കണ്ടെത്താനും നമ്മെ സഹായിച്ചത് എന്താണ്? ഇവിടെ തന്നിട്ടുള്ള ഈ സംഭവങ്ങളാണ് അല്ലേ. ഇതിന് നമ്മൾ പറയുന്നത് സൂചിക എന്നാണ്. അപ്പോൾ സൂചികയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി കെട്ടിടങ്ങൾ, ജലാശയങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, കാർഷിക വിഭവങ്ങൾ, വനങ്ങൾ, വന്യജീവി സങ്കേതം തുടങ്ങിയവ സൂചിപ്പിക്കാൻ ഭൂപടത്തിൽ പ്രത്യേകം ചിഹ്നങ്ങളുണ്ട്. ഇതിനെ നമ്മൾ സൂചിക എന്ന് പറയുന്നു. ഇനി ഭൂപടം പരിശോധിച്ച് ഓരോ വാർഡിൻ്റെയും സവിശേഷതകൾ പട്ടികപ്പെടുത്താനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 17 വാർഡുകളും അതിൻ്റെ സവിശേഷതകളും എഴുതണം. 1-ാമത്തെ വാർഡിൽ നെൽവയലുണ്ട്, വനപ്രദേശവുമുണ്ട്. നമുക്ക് ഭൂപടം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 2 പഞ്ചായത്ത് റോഡുണ്ട്, കാടുണ്ട്. 3-ലും പഞ്ചായത്ത് റോഡുണ്ട്, കാടുണ്ട്. 4-ലും പഞ്ചായത്ത് റോഡുണ്ട്, കാടുണ്ട്. 5 പഞ്ചായത്ത് റോഡും ആശുപത്രിയും കാടുമുണ്ട്. 6 പഞ്ചായത്ത് റോഡ്, സ്കൂളും പഴയ നാഷണൽ ഹൈവേയും പുഴയും നാഷണൽ ഹൈവേയും ഉണ്ട്. 7 പഞ്ചായത്ത് റോഡും പുഴയും നാഷണൽ ഹൈവേയും കാടും ഉണ്ട്. 8 പഞ്ചായത്ത് റോഡും സ്കൂളും നാഷണൽ ഹൈവേയും കാടും ഉണ്ട്. 9 പഞ്ചായത്ത് റോഡും നാഷണൽ ഹൈവേയും പുഴയും കാടും ഉണ്ട്. 10 പഞ്ചായത്ത് റോഡും സ്കൂളും പുഴയും കാടും ഉണ്ട്. 11 പഞ്ചായത്ത് റോഡുണ്ട്. 12 പഞ്ചായത്ത് റോഡുണ്ട്. 13 പഞ്ചായത്ത് റോഡും നെൽവയലുമുണ്ട്. 14 പഞ്ചായത്ത് റോഡും സ്കൂൾ നാഷണൽ ഹൈവേയും പുഴയുമുണ്ട്. 15 പഞ്ചായത്ത് റോഡും നെൽവയലും പുഴയുമുണ്ട്. 16 പഞ്ചായത്ത് റോഡും സ്കൂളും പുഴയും നാഷണൽ ഹൈവേയും പഞ്ചായത്ത് ഓഫീസുമുണ്ട്. 17 പഞ്ചായത്ത് റോഡും സ്കൂളും പുഴയും നാഷണൽ ഹൈവേയും കളിസ്ഥലവും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമുക്കത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതനുസരിച്ച് ഇവിടെ എഴുതി കൊടുത്താൽ മാത്രം മതി.
ഇനി നിങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ ഭൂപടം പരിശോധിച്ച് സവിശേഷതകൾ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിൽ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് കിട്ടും. അത് നോക്കിയിട്ട് നിങ്ങൾ ഇത്തരത്തിൽ സവിശേഷതകൾ എന്ന് എഴുതി നോക്കുക. ഇനി അടുത്തത് നമ്മൾ കേരളത്തിലൂടെയാണ് സഞ്ചരിക്കാൻ പോകുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ഭൂപടം പരിശോധിക്കും. ഇവിടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകൾ തന്നിട്ടുണ്ട്. വിമാനത്താവളം എവിടെയൊക്കെയാണ്, തുറമുഖം എവിടെയാണ്, സംസ്ഥാന അതിർത്തി ഏതാണ്, ജില്ലാ അതിർത്തി, ജില്ലാ കേന്ദ്രം, റെയിൽവേ, ഇത്രയും സൂചികകളും ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ താഴെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താം. 1. കേരളത്തിൽ ഏതു ദിക്കിലാണ് അറബിക്കടൽ സ്ഥിതി ചെയ്യുന്നത്? പടിഞ്ഞാറ് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ജില്ല ഏതാണ്? തിരുവനന്തപുരം. വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെ? കണ്ണൂർ, മലപ്പുറം, എറണാകുളം, തിരുവനന്തപുരം. ഇനി തുറമുഖമുള്ള ജില്ലകൾ ഏതൊക്കെ? കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം. ഇനി റെയിൽപാത ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെ? വയനാട്, ഇടുക്കി, ഈ 2 ജില്ലകളാണ്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഏതൊക്കെ? മലപ്പുറം, പാലക്കാട്, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. ഏതെല്ലാം ജില്ലകൾക്കാണ് കടൽ തീരമുള്ളത്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. ഓക്കെ. ഇനി കണ്ടെത്തിയ വിവരങ്ങൾ ഉൾപ്പെടുത്തി കേരളത്തെക്കുറിച്ച് ഒരു പതിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ജില്ലകളുടെയൊക്കെ ചിത്രങ്ങളെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളൊരു ആൽബം പോലെ തയ്യാറാക്കി നോക്കുക. ഇനി അടുത്തത് കേരളത്തിലെ നദികളെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ധാരാളം വയലുകളും അരുവികളും കായലുകളും നദികളുമുള്ള ഭൂപ്രദേശമാണ് കേരളം. ഇവ കേരളത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കേരളത്തിൽ 44 നദികളുണ്ട്. 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. കിഴക്കോട്ടൊഴുകുന്ന നദികളും അവ ഉത്ഭവിക്കുന്ന ജില്ലകളും അടുത്ത പേജിൽ കൊടുത്തിരിക്കുന്ന ഭൂപടത്തിൽ നിന്നും കണ്ടെത്തും. അപ്പോൾ അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കബനി, ഭവാനി, പമ്പാറ, ഇത് 3ഉമാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എന്ന് പറയുന്നത്. കൂടുതൽ നദികളും പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. കാരണം എന്തായിരിക്കും? എന്താണ് അതിൻ്റെ കാരണം എന്നറിയോ? കാരണം കേരളത്തിൻ്റെ ഭൂപ്രകൃതി പടിഞ്ഞാറൻ തീരത്തേക്ക് ചെരിഞ്ഞതാണ്. കിഴക്ക് ഉയരം കൂടിയ പശ്ചിമഘട്ട മലനിരകളും പടിഞ്ഞാറ് അറബിക്കടലുമാണ്. അതിനാൽ ഭൂരിഭാഗം നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ആ ഒരു ഭൂപ്രകൃതി തന്നെയാണ് ഇതിങ്ങനെ ഒഴുകാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇനി കായലുകളെ കുറിച്ചാണ് അടുത്തത് നോക്കുന്നത്. കേരളത്തിൽ വലുതും ചെറുതുമായ 34 കായലുകളുണ്ട്. അതിൽ 27 കടലുമായി ബന്ധപ്പെട്ടാണുള്ളത്. ശേഷിക്കുന്ന 7 ഉൾനാടൻ ജലാശയങ്ങളാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഭൂപടങ്ങളിൽ ചില നദികളും കായലുകളും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കൂ: മഞ്ചേശ്വരം പുഴ, വളപട്ടണം പുഴ, കബനി നദി, ചാലിയാർ പുഴ, ഭവാനി, ഭാരതപ്പുഴ, പെരിയാർ, വേമ്പനാട്ടുകായൽ, പമ്പാർ നദി, അതുപോലെ തന്നെ പമ്പയാറ്, ശാസ്താംകോട്ട കായൽ, അഷ്ടമുടിക്കായൽ, കരമനയാറ്, ഇതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഏതൊക്കെയാണ് നദി, ഏതൊക്കെയാണ് കായൽ? ഇവിടെ ഏതൊക്കെയാണ്? 2 കായൽ വരുന്നത് അല്ലേ? ഒന്ന് ശാസ്താംകോട്ട കായൽ, 3 ഒന്ന് അഷ്ടമുടി കായൽ, മറ്റൊന്ന് വേമ്പനാട്ട് കായൽ. ഇനി ഒന്നിലധികം ജില്ലകളിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെ? പമ്പയാറ്, പെരിയാറ്, ഭാരതപ്പുഴ, ചാലിയാർ പുഴ, ഇതൊക്കെയാണ് ഒന്നിലധികം ജില്ലകളിലൂടെ ഒഴുകുന്നത്. ഇനി ഒരു ജില്ലയിൽ മാത്രം ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കരമനയാറ്, പമ്പാറ്, ഭവാനി, കബനി നദി, വളപട്ടണം പുഴ, മഞ്ചേശ്വരം പുഴ, ഇതൊക്കെയാണ്. ഇനി നദികളും കായലുകളും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. വ്യത്യാസമുണ്ടല്ലേ? എന്താണ്? നദികൾ എന്ന് പറയുന്നത് നീളത്തിൽ ഒഴുകുന്നതാണ്. ഒഴുക്ക് കൂടുതലായിരിക്കും. ഉത്ഭവസ്ഥാനം അഴിമുഖവും ഉണ്ട്. ഇനി കായലുകളാണെങ്കിൽ അത് പരന്നു കിടക്കുന്നതാണ്. ഒഴുക്ക് കുറവായിരിക്കും. കടലുമായിട്ട് ബന്ധമുണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിലെ വിലയിരുത്താൻ പ്രവർത്തനമാണ്. ചിത്രം നിരീക്ഷിച്ച് ഉചിതമായവ ടിക്ക് അടയാളപ്പെടുത്താനാണ്. ഇതാണ് തന്നിട്ടുള്ള ചിത്രം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് താഴെയുള്ളത്. 1. കേരളത്തിന്റെ ഏത് ദിശയിലാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്? ഇവിടെ കേരളത്തിന്റെ ഏത് ദിശയിലാണ് മ്യൂസിയം ഉള്ളത്? തെക്കുകിഴക്കൻ ദിശയിലാണ്. അതുപോലെ പാർക്കിന്റെ ഏത് ദിശയിലാണ് കുളം എന്ന് ചോദിക്കുന്നത്? വടക്കു കിഴക്കു ദിശയിലാണ്. പോലീസ് സ്റ്റേഷന്റെ ഏത് ദിശയിലാണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്? കോളേജ് വടക്കു പടിഞ്ഞാറൻ ദിശയിലാണ്. ഇനി ഒരു ഭൂപടത്തെ നോക്കി നിൽക്കുന്ന ആളിന്റെ വലതുവശവും ഭൂപടത്തിലെ ഏതു ദിക്കിന് നേരെയായിരിക്കും? ഒരു ഭൂപടത്തെ നോക്കി നിൽക്കുന്ന ആളിൻ്റെ വലതുവശം ഭൂപടത്തിലെ ഏതു ദിക്കിന് നേരെയായിരിക്കും? ഏതാണ്? കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. കിഴക്കിന് നേരെയായിരിക്കും. ഇനി നിങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്തിൽ എത്ര സ്കൂളുകളുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പഞ്ചായത്തിൻ്റെ ആ ഒരു സ്കെച്ച് എടുത്താലേ നമുക്ക് നോക്കിയിട്ട് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓരോരുത്തരും ഓരോ പഞ്ചായത്തിലല്ല, അതുകൊണ്ടാണ്.
ഇനി ഇവിടെ നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ലിയ കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട്ടേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. ഏതു ദിശയിലാണ് അവർ യാത്ര ചെയ്യുന്നത്? എവിടെ നിന്നാണ്? തെക്ക് നിന്നും വടക്കിലേക്കാണ് അവർ യാത്ര ചെയ്യുന്നത്. തെക്ക് നിന്നും വടക്കിലേക്ക്. ഇത്രയുമാണ് ഇതിലെ പ്രവർത്തനങ്ങൾ. ഇനി തുടർ പ്രവർത്തനങ്ങളാണ്, നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് 8ാമത്തെ പാഠഭാഗം ഇന്നലെ ഇന്ന് എന്നുള്ളതാണ്. നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.